ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ HCZ ടച്ച് വേൾഡ്. ഇന്ന് നമ്മൾ റെഡി ആയിട്ട് പോകുന്നത് ഒരു പിങ്ക് ഡേയുടെ ഫംഗ്ഷനാണ്. ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ പിങ്ക് ഡേ ആണ്, കസിന്റെ മാരേജ് ആണ്. അപ്പൊ ഹൽദി ഒക്കെ ഔട്ട് ഓഫ് ഫേഷനായി. അത് കാരണം പിങ്ക് ആക്കി. ബേബിയുടെ ഡ്രസ് ഇതേ കാണുന്നു. ഓക്കെ അപ്പോൾ വീട് തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ റെഡി ആയിട്ട് ഓരോരുത്തരെ റെഡി ആയിട്ട് വരുന്നു. എൻഗേജ്മെന്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ അല്ല, 2 years ബാക്ക് ആണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കല്യാണം എപ്പോഴാണ്, അപ്പൊ ഇന്നാണ് കല്യാണത്തിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ. പിന്നെ നാളെ മറ്റന്നാള് അങ്ങനെയാണ് നമ്മൾ കല്യാണം അടിച്ചു വിളിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് റെഡി ആയിട്ട് എല്ലാവരും ഇറങ്ങുന്നത് നമുക്ക് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് അവിടെ പോയിട്ട് നാദിനെ കാണാം. Say hi. Say hi. Mommy, where is daddy? Daddy. Rashma, where is Rashma? ഞങ്ങളെല്ലാം റെഡിയായി. അപ്പോൾ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ 1 by 1 എല്ലാവരും ഇറങ്ങുന്നത് കാണിച്ചു തരാം. ഓക്കെ, ചാലൊക്കെ വന്ന് റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ, മൊബൈലിൽ ഗെയിം കണ്ടോണ്ടിരിക്കുക. ഗെയിം അല്ല, റീൽസ് ആണ്. റീൽസ് കണ്ടോണ്ടിരിക്കുക, ഷോർട്സ്. അങ്ങനെ ഫൈനലി എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോകണം. കണ്ടില്ലേ, എല്ലാവരും ഒരു പിങ്ക് ഡേക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. യെസ്, അപ്പോൾ നമുക്ക് പോവാം അല്ലേ ബേബി? പോവല്ലേ നമുക്ക്? യെസ്, സ്റ്റാൻഡ് ഹിയർ. ഓക്കെ, ലെറ്റ് ഡാഡി ടേക്ക് മൈ ഷൂസ്. ഓക്കെ, കണ്ടില്ലേ, വീട് തൊട്ടടുത്തായ കാരണം നമുക്ക് നടന്നു പോകാൻ. കണ്ടില്ലേ, എല്ലാവരും ഇറങ്ങിയത്. ഇല്ല, സാനി ഇവരെ കണ്ടില്ലേ? ഇവരെല്ലാവരും വേറെ ഫുൾ പിങ്കാണ്. എല്ലാവരും ഇറങ്ങി വീട് ഞാൻ കാണിച്ചു. കണ്ടില്ലേ, ഇറങ്ങി ഉടനെ തന്നെ വീട് കാണാം. അതേ കാണുന്നു വീട്. ഇതാ കാണുന്നു, കളർഫുൾ. ഇറങ്ങിയില്ലേ നമ്മൾ ഗ്ലാസ് ഇട്ടതാ. കണ്ടില്ലേ, അവിടെ എത്തിയാ? ഓഹോ, വരുന്നു മോനെ, എത്തിയ വരുന്ന ചിഞ്ചു വിത്ത് പിങ്ക്. യെസ്, ചിഞ്ചു പിങ്ക് 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 പിങ്ക്. അങ്ങനെ ഫൈനലി ഗേൾസ് പറഞ്ഞ കണ്ടില്ലേ, ഇവരൊക്കെ ഇറങ്ങാനാണ് ഏറ്റവും പാട്. കണ്ടില്ലേ, റഷീദ കളർഫുൾ. അതെ, എല്ലാവരും സൂക്ഷിച്ച് നടക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലാവും. സിസ്റ്റർ ആണല്ലേ, സിസ്റ്ററും കൂടി ആയിട്ടായപ്പോ സന ഹാപ്പിയായി. അങ്ങനെ നമ്മൾ കയറി. ഇതാണ് ആഷിഖ്, സംവിധായകൻ ആഷിഖ് കപൂർ. എന്തായിരുന്നു പേര്? കുക്കു. സക്കുവിന്റെ ഹസ്ബൻഡ് ആഷിഖ്. നമ്മൾ മാത്രല്ല കേട്ടോ, അവിടെ വേറെ ആളുകളുണ്ട് പിങ്കില്. അൻഷ തൃശ്ശൂർ വൈറ്റിലാണ് വന്നിട്ടുള്ളത് അല്ലേ. ഒരു ക്യാമറാമാൻമാരുണ്ടെങ്കിലും അൻസിൽ വിത്ത് വൈറ്റ്, അച്ചുപ്പാപ്പ വിത്ത് വൈറ്റ്. ഇവിടെ ചായക്കടയുടെ പരിപാടി ഉണ്ട്. അവിടെ ചായക്കട ഫുള്ള് നിറച്ച് നമ്മൾ വന്നിട്ടാണ് അല്ലേ, ഫുള്ള് നിറച്ച് നമ്മൾ വന്നിട്ട്. ചെരുപ്പ് കൂടെ അയച്ചിടല്ലേ ബേബി? നാദിനെ കിട്ടുമോ നോക്കാം. നാദിനെ കിട്ടുമോ ഇവിടെ വന്നിട്ട്? കിട്ടുമോ? അൻസിലിൻ്റെ കൂടെ എന്നിട്ടൊരു സെൽഫി ഷോർട്സ് എടുത്തതാണ്. ഷോർട്സ് അല്ല കേട്ടോ, വീഡിയോ തന്നെ എടുത്തതാണ്. പക്ഷെ പുതിനെ എടുക്കാൻ വേണ്ടി പോയി നോക്കിയപ്പോൾ അവിടെ ഭയങ്കര ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഫോട്ടോ എടുക്കൽ. അപ്പോൾ കാരണം ചാൻസ് കിട്ടിയിട്ടില്ല. അതെ, അച്ചുപ്പാപ്പ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫുള്ള് ബിസിയാണ്. കാരണം ഒരു കല്യാണത്തിന്റെ എല്ലാ തിരക്കിന്റെ പരിപാടിയാണ്. ഒരു ചായ കുടിക്കാൻ അപ്പോടെ വാപ്പ ചായ കുടിക്കാൻ പോകുന്നത്. ഇവിടെ ചെറിയൊരു തട്ടുകട പോലെ ഉണ്ട്. ഇതാണ് നമ്മള് ചെറിയൊരു തട്ടുകട. ചായ ചിഞ്ചുടെ ചായ കുടിക്കുന്നു. ചായ വിത്ത് കട്ട്ലേറ്റ്. വാപ്പ കട്ട്ലേറ്റും കഴിക്കുന്നു. എങ്ങനെയുണ്ട് വാപ്പ കട്ട്ലേറ്റ്? കട്ട്ലേറ്റ് നല്ല കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റ് നല്ല കട്ട്ലേറ്റാണ്. അപ്പോടെ സൈഡിലേക്ക് മാറി കഴിക്കാം. അവിടെ സൈഡിൽ മാറി കഴിക്കാൻ പോണേ. അപ്പൊ
രണ്ടാമത്തെ ചായ ചിഞ്ചുടെ അഞ്ചാമത്തെ ചായ എത്തി. ലാസ്റ്റ് പെണ്ണിനെ നമ്മൾ കണ്ടെത്തി. പെണ്ണ് വന്ന ഉടനെ തന്നെ അമ്മു നൗറിയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോഴാ കറക്റ്റ് ഫേസ് കിട്ടിയത്. കറക്റ്റ് ഫേസ് ഇപ്പോഴാണ് കിട്ടിയത്. കണ്ടില്ലേ? അടുത്ത ഫോട്ടോക്കുള്ള ലൈൻ നിന്ന് പിള്ളേര്. മതിയാ? അത് കഴിഞ്ഞുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടാ. കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ നിങ്ങൾ എടുക്കണ ക്യാമറമാനൊക്കെ മാറി. ഇപ്പൊ ഷിമിയാണ് ഇപ്പൊ ക്യാമറ. ഇവിടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നല്ലോ, ആള് പോയാ. ആളുടെ ഇതിൽ ഉണ്ടാവില്ല ഇതൊന്നും. അമ്മു ക്യാമറമാൻ മാറി. പോയി കൊറേ ഫ്രണ്ട്സിന്റെ കൂടെ അതേ പോകുന്ന അങ്ങോട്ട്. എന്താണെന്നറിയില്ല. ഫ്രണ്ട്സ് ചാലുവിന്റെ അടുത്ത് വന്നു. എടാ അവന്റെ ബേബിയുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ആണില്ല ഇവിടെ ഉമ്മ ചായ കുടിക്കാന് ഒപ്പം കൂടെ തന്നെ സംസാരിച്ചിരിക്കാന്. ഉമ്മ ചായ എങ്ങനെയുണ്ട്? ചായ സൂപ്പറാണ്. ഇത്തിരി മധുരം കൂടിപ്പോയി. ഞാൻ വിത്തൗട്ട് പറയണമെന്ന് വിചാരിച്ചാൽ മാറും. അപ്പം ഉമ്മ പറയുന്നുണ്ട് ചായക്ക് മധുരം കൂട്ടിനാ. വാപ്പ ഇവിടെ വാപ്പുണ്ടോ? ജ്യൂസ് കുടിക്കുന്നില്ലേ? വാപ്പ ജ്യൂസ് കുടിക്കുന്നില്ലേ? കഴിഞ്ഞു. ഒരെണ്ണം ചാലെടുത്ത് പറഞ്ഞാൽ അടുത്ത് തീർന്നു. ഇവന്റ് റിപ്പബ്ലിക്കിൻ്റെതാണല്ലേ? രാജു വരാന്ന് പറഞ്ഞു. വൈറ്റലൊക്കെ അവിടെ നമ്മളുടെതാണ് ഈ രണ്ട് പിങ്ക്. പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് തന്നെ സംസാരിക്കാത്തതാണ്. സ്നേഹം ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ ഇത് വാക്കുകളിൽ ഒതുങ്ങാത്തത് കൊണ്ടാണെന്ന് പറയാത്തത്. അപ്പൊ സ്നേഹം നമുക്കൊരു പാട്ടായിട്ട് പാട്ട് ഫാമിലി ആയതുകൊണ്ട് തന്നെ അൻസിൽ പാടണോ? नूरे मोहब्बत दोनों जुड़े तुझसे किया पागल या जोगी मुझको कहो तुम हाँ मेरा इश्क सबसे जुआ അറിയാം. അപ്പൊ നമുക്കൊരു കേക്ക് കട്ടിങ്ങിലോട്ട് കടക്കാമേ. ഷെയർ ചെയ്ത് കൊടുത്തേ. നമ്മുടെ ഗ്രൂപ്പ് ബ്രൈഡിന് ക്ലോസ് അത് മുട്ടുകുത്തി സോ സ്വീറ്റ് അല്ലേ? नैन सितारे कैसे चल के आई है खुशकिस्मती ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഫൺ മൂഡിലേക്ക് കിടക്കാം. നമ്മുടെ ഫാമിലിയുടെ ഫോട്ടോ സെഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പനിക്കാൻ മരുന്നോട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം കണ്ടപ്പോൾ പ്രത്യേകിച്ച് അത്ഭുതം തോന്നണ്ട. ഇതോടെ എല്ലാവർക്കും തുറക്കാൻ വേണ്ടിയൊരു സാധനം, ഒരു ചെറിയൊരു മാജിക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ആരും അറിയാത്തൊരു ടാലന്റ് എനിക്കുള്ളതാണ്. നിങ്ങൾ ആരും ഞാൻ മാജിക് ചെയ്യണ കണ്ടില്ലല്ലോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു മാജിക്, അത് ശരിക്കും ഇത്രയും വലിയൊരു ഓഡിയൻസിനൊക്കെ വെച്ച് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വലിയ ഐറ്റംസ് ഒന്നല്ല,
യെസ്, അബ്രാക്കഡബ്ര. ഇതിന് ഞാൻ പ്രാവിനെ എടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, യെസ്. ഈ ടവലിന്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു പ്രാവിനെ എടുക്കും. നിങ്ങൾ എല്ലാവരും അത്ര വലിയൊരു മേജിക്ക പ്രതീക്ഷിച്ചെങ്കിൽ അത്ര അല്ല, എനിക്ക് അതിനുള്ള കഴിവില്ല. ഓക്കെ, ഞാൻ ചെറിയൊരു ചെപ്പടി വിദ്യ, അതും നാദിക്ക് വേണ്ടി മാത്രം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാനത് മൈക്കില്ലാണ്ടാണ് ചെയ്യാൻ വേണ്ടിട്ടാ. കാരണം എനിക്ക് 2 കൈകളും ആവശ്യമുണ്ട് അതിന്. ഓക്കെ, അപ്പൊ ഇത് ക്ഷമിക്കുഞ്ഞുമ്മ അവിടെ വിരിച്ചിട്ടിരുന്ന ടവൽ എടുത്തതാ ചെറിയൊരു മാജിക്കിന് വേണ്ടിയിട്ട്. അപ്പോ ഇത് നാളെ ഓരോരുത്തർ കൈ തുടച്ചതാ. അപ്പൊ കുറച്ചെടുത്ത് ചെറിയൊരു പരിപാടി ചെയ്യാൻ വേണ്ടിട്ടാ. ഞാനൊരു ചെറിയൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് അവിടുന്ന്. ഓക്കെ, ഈ ടൂത്ത് പിക്ക് വെച്ച് ഞാൻ ചെറിയൊരു വിദ്യ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഞാൻ ആ ടൂത്ത് പിക്ക് കാരണം ഇത് ഇത്രയും ഓഡിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ. പക്ഷെ അങ്ങനത്തെ ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പരിമിതമായ സൗകര്യത്തിനുള്ളിൽ വെച്ചിട്ട് ഒരു മാജിക് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ ടൂത്ത് പിക്ക് ഞാൻ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 പീസാക്കാൻ വേണ്ടി പോകും. ഞാനത് 2 പീസാക്കിയാൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടാവില്ല ഞാനത് 2 പീസാക്കിയോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നാദിക്ക് കൊടുക്കുക. നാദി ഇത് 2 പീസാക്കി 2 കഷ്ണാക്കി ഓടിച്ചതാ. ഒടിഞ്ഞത് ഉറപ്പാ ഒടിഞ്ഞത്. ആർക്കും ടെസ്റ്റ് ചെയ്യണം? ആർക്കെങ്കിലും ടെസ്റ്റ് ചെയ്യണം? 2 പീസായി ഒടിഞ്ഞു. ഓക്കെ, ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഈ ഒടിഞ്ഞ സാധനം അളിയൻ വന്ന നടക്കട്ടെ. ഇനിയാണ് എന്റെ മാജിക് നടക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, അബ്രാക്കഡബ്രാ. യെസ്, ആ ഒടിഞ്ഞ സാധനം നേരാക്കണം. ഓക്കെ, അബ്രാക്കഡബ്രാ. ഓക്കെ, റെഡിയാവോ? നാദി റെഡിയാവില്ല? റെഡി ആയിട്ടില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, റെഡിയാവോ? ആവില്ല? യെസ്, ദിസ് ഈസ് ദാറ്റ്. എല്ലാവർക്കും നന്ദി. ശരി കുഞ്ഞു മാതാട്ടാവല്ലേ?
ഭയങ്കര വലിയ പരിപാടിയായിരുന്നു. പരിപാടി എല്ലാം കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ അടുത്ത ഫുഡ് കഴിക്കാനുള്ള പരിപാടികളുണ്ട്. ഓക്കെ നാദി, മാജിക് ഒക്കെ ഉണ്ടായിരുന്നു നാദി? എന്റെ മാജിക് ഒക്കെ ഉണ്ടായിരുന്നു? സൂപ്പർ. നമ്മളെ റിക്വസ്റ്റ് മാനിച്ച് അരിഫ് മാമ ഒരു പാട്ട് പാടാൻ വേണ്ടി പോകണം. ഓക്കെ നിറമുള്ള സുഗന്ധി പൂനുള്ള സുൽത്താൻ വന്നടി സ്വർണ്ണത്തെ കൺകരളും നിനക്ക് നൽകും മണ്ണിൽ സുവർഗ സുഗന്ധി കൊൽകും ഉൾത്തേനും വാൽ മുഴുകും മധുരം മധുരം നേടും നാവല്ലോ ആകയാ ആകയാ ദിൽ ചുരാനെ വോ ആകയാ ഹരേ ആകയാ ആകയാ ദിൽ ചുരാനെ വോ ആകയാ. ലാസ്റ്റ് നമ്മൾ പിള്ളേരെല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പിള്ളേരെല്ലാവരും ഫുഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ വാപ്പയുടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. വാപ്പാടെ പ്ലേറ്റില് വാപ്പക്ക് പൊറോട്ടവും പത്തിരിയൊന്നും വേണ്ട, റൈസ് മാത്രം മതി. കുറച്ച് കറി. ഓക്കെ ഇത് എന്തത്? അത് എനിക്ക് വേണ്ടി വരില്ലേ? ഇതെന്താ വെജിറ്റബിൾസ് കറി? കുറച്ച് അവിടെ വെജിറ്റബിൾ അല്ലേ? കുറച്ചിട്ടോ. ഓക്കെ കൊള്ളാലോ. ഓക്കെ താങ്ക് യു. കഴിച്ചതല്ലേ? എങ്ങനെയുണ്ട് വാപ്പ? സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരു ബായ് പറയണമെങ്കിൽ സ്ഥലം